കുവൈറ്റ് എയർവേസ് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളം വഴി ഏപ്രിൽ 5 മുതൽ മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്, കൊച്ചി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കും. ഇന്ത്യയിലെ 4 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളായ കാലിക്കറ്റ്, തിരുച്ചിറപ്പള്ളി, മംഗലാപുരം, കണ്ണൂർ എന്നിവ സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളം വഴി ആരംഭിക്കുമെന്നും ജസീറ എയർവേസ് പ്രഖ്യാപിച്ചു. കുവൈറ്റ് ന്യൂസ് ഏജൻസിക്ക് കുവൈറ്റ് എയർവേസ് ആക്ടിംഗ് സിഇഒ അബ്ദുൽ വഹാബ് അൽ ഷാട്ടി നൽകിയ ഒരു അഭിമുഖത്തിൽ ഏപ്രിൽ 5 മുതൽ ഞായറാഴ്ചകളിൽ അഹമ്മദാബാദിലേക്കുള്ള സർവീസുകൾ ആഴ്ചയിൽ ഒരിക്കൽ സർവീസ് നടത്തുമെന്നും കൊച്ചിയിലേക്കുള്ള സർവീസുകൾ തിങ്കളാഴ്ചകളിലും ബുധനാഴ്ചകളിലും ആഴ്ചയിൽ 2 തവണ സർവീസ് നടത്തുമെന്നും അറിയിച്ചു. ഡൽഹിയിലേക്കുള്ള സർവീസുകൾ ഏപ്രിൽ 7 മുതൽ ചൊവ്വാഴ്ചകളിൽ ആഴ്ചയിൽ ഒരിക്കൽ സർവീസ് നടത്തും. ഏപ്രിൽ 10 മുതൽ വെള്ളിയാഴ്ച മുംബൈ സർവീസുകൾ ആഴ്ചയിൽ ഒരിക്കൽ സർവീസ് നടത്തും. ഇന്ത്യയിലെ 4 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളായ കാലിക്കറ്റ്, തിരുച്ചിറപ്പള്ളി, മംഗലാപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളം വഴി ആരംഭിക്കുമെന്ന് ജസീറ എയർവേസും പ്രഖ്യാപിച്ചു. ഏപ്രിൽ 8 മുതൽ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലും കാലിക്കറ്റിലേക്കുള്ള സർവീസുകൾ ആഴ്ചയിൽ 2 തവണ സർവീസ് നടത്തുമെന്നും ഏപ്രിൽ മുതൽ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും തിരുച്ചിറപ്പള്ളി സർവീസ് നടത്തുമെന്നും സിഇഒ ഭരതൻ പശുപതി പറഞ്ഞു. ഏപ്രിൽ 9 മുതൽ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ മംഗലാപുരത്തേക്കുള്ള വിമാന സർവീസുകൾ തുടങ്ങും. ഏപ്രിൽ 14 കണ്ണൂരിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, വെള്ളി ദിവസങ്ങൾ സർവീസ് നടത്തും. മാർച്ച് 20 ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചതിനു ശേഷം എയർലൈൻ 11,000-ലധികം യാത്രക്കാരെ വഹിച്ചിട്ടുണ്ടെന്ന് ഭരതൻ പശുപതി ചൂണ്ടിക്കാട്ടി. ഈ വിപുലീകരണം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് അവരുടെ സ്വന്തം നഗരങ്ങളിലേക്ക് അടുത്തേക്ക് പറക്കാൻ അനുവദിക്കുകയും അത്യാവശ്യ യാത്രകൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.